അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ബീച്ചിൽ വന്നു. ബീച്ചിൽ വന്ന ടൈമിൽ നമുക്ക് ആദ്യം ഒരു സ്റ്റക്ക് ഉണ്ടായിരുന്നു, എങ്ങനെ ചെയ്യാം. പക്ഷെ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി. എനിക്കും അദ്ദേഹത്തിനും കിട്ടി. ഞങ്ങളെന്ന് പറയുമ്പം ആദ്യം ചെറുതായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സീരിയസ്ലി കേട്ടോ, ഞാൻ വേണമെങ്കിൽ വല്ലാഹി സത്യം പറയുകയാണ്, കറക്റ്റ് ഈ റിവ്യൂ എന്നുള്ളത് ഞാൻ ഉള്ളിൽ നിന്ന് പറയുന്നൊരു സംഗതിയാണ്. അതായത് സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എങ്ങനെ ഒരാളെ ട്രാൻസ്ലോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ഒരാളെ വിഷ്വലൈസേഷൻ കാണിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ്ലി സ്ട്രാറ്റജിക്കലി മനസ്സിലായത് അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ചെയ്തതിന് ശേഷം ഒരു പാരൻ്റ് ഇതേപോലെ മോൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു അതതിൻ്റെ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകളെ എടുത്തെത്തിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹവും ഇതേപോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അല്ലേ? എനിക്കും സെയിം സാധനം തന്നെ. എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു മെയിൻ സാധനം. അപ്പം വേറെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒട്ടും വിചാരിച്ചിരുന്ന സാധനമല്ല. കാരണം ഇങ്ങനെ ഒരു ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം കിട്ടിയതിൽ കോൺഫിഡൻസ് ഒന്നുകൂടെ നല്ല രീതിക്ക് ബിൽഡായിട്ടുണ്ട്. ഇപ്പം ഒരു സ്റ്റേജിൽ കയറി ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു മണിക്ക് നമ്മളിവിടെ നിൽക്കുക ചെയ്തുകൊണ്ട് നിൽക്കുക. പറയുമ്പോൾ ഞങ്ങൾക്ക് തീരെ ഒരു എനർജി ഇല്ലാത്ത പോലെ തോന്നും. ഇത് ഹാപ്പിനെസ് ഇല്ലായിട്ടല്ല, ഇവിടെ വന്ന് എനർജി മൊത്തം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തത് നമ്മളെ ഒരു പ്രാക്ടീസിങ് ലെവലിൽ കഴിഞ്ഞ് തീർന്നുകൊണ്ടാണ്. അല്ലാതെ എനർജി മീൻസ് ഹാപ്പിനെസ് ഇല്ലാതെ പറയല്ല എന്നുള്ളത് നിങ്ങളാരും വിചാരിക്കില്ല. അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ ഹിപ്നോട്ടിസം പഠിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, റിനി സാറെ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു സൊല്യൂഷനാണ്.